ഈ സൈഡ് പൊട്ടി. അത് കുഴപ്പമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഹോം ആൻഡ് സ്റ്റേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ കുറച്ച് നാളായി, ഇന്നലെയൊന്നും വീഡിയോ ഇട്ടിട്ടില്ല, ഇമിഞ്ഞാന്നും വീഡിയോ ഇട്ടിട്ടില്ല. തിരക്കായി പോയോണ്ട് കേട്ടോ. ഷോർട്സ് പറ്റുന്ന പോലെ ഞാൻ ഇടുന്നുണ്ട് വീഡിയോസായിട്ട്. അപ്പം ഇന്ന് ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് യോഗ സെക്ഷനാണ്. നമ്മൾ യോഗയും സോംബിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ എണീറ്റിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. രാത്രി കിടക്കുമ്പോഴും ഇപ്പോൾ എനിക്ക് ചൂട് തീരെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം സൂംബ ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല റീഫ്രഷ്മെൻ്റ് ഉണ്ട്. അടിപൊളിയാണ്. എൻ്റെ ഫേസിൽ ആ മാറ്റം നല്ലോണം കാണുന്നുണ്ട് തോന്നുന്നു. ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ മാറ്റം എൻ്റെ സ്കിന്നിലൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുരുകളുണ്ടെങ്കിലും എന്താ അത്യാവശ്യം ഗ്ലോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു നമുക്ക് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകാനുള്ള ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പം എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ പറഞ്ഞ ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മാസം ലാസ്റ്റ് നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ട് അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പം ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ എനിക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പം ഇപ്പോഴത്തെ യോഗ സെക്ഷൻ നമ്മൾ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 സെക്ഷനായിട്ട് അങ്ങനെ മീൻസ് ഓരോ ദിവസം ഓരോ സെക്ഷൻ കൂട്ടിച്ചിട്ടാണ് ചെയ്യല കേട്ടോ ഞാൻ. അപ്പം ഇന്ന് 3ാമത്തെ സെക്ഷൻ ചെയ്യുന്ന ദിവസമാണ്. അതായത് 3ഉം കൂടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 11 ആസനങ്ങളും കൂടിയിട്ടാണ് സൂര്യ നമസ്കാരം വരുന്നത്. അപ്പോൾ ഇന്ന് 3 എണ്ണം കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാട്ടോ. ഇതാരാന്ന്? എന്താ കേട്ടാ? ഇന്നെന്താ സ്പെഷ്യല്? ദോശ. അങ്ങനെയല്ല ഉദ്ദേശിച്ചു. അതിന് പൊന്തി ഇതായല്ലേ. ഞാൻ ദോശ വെച്ചിട്ട് മാവ് അരച്ചിട്ട് നല്ലോണം പൊന്തി വന്നിന്. 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചത്. ഇതിങ്ങനെ പൊന്തീന്, പുറത്തേക്ക് ആയിട്ടില്ല. മീൻസ് മറിഞ്ഞിട്ടില്ല. ഇത് പുറത്തേക്ക് മറിഞ്ഞിട്ട് ഇങ്ങനെയായിന്. നല്ലോണം പൊളിച്ചിനല്ലോ. അല്ല, പുളി ഉണ്ടാവൂല തോന്നുന്നേ, അറിയില്ല. അപ്പൊ നഗിയേട്ടനാ അടുക്കളയില് ഇന്ന് ഫുൾ. ഓ, എനിക്ക് വയ്യ. അപ്പൊ എനിക്ക് വർക്കിന് പോണ്ട്. അല്ല, എനക്ക് ആക്കി തരണം. ഞാൻ പോകുന്നതിന് മുന്നേ ആക്കി തരുമോ? ഇന്നെന്താ സ്പെഷ്യൽ ആക്കാൻ വേണ്ടീട്ട്? അങ്ങനെയല്ല, ഇന്ന് വിമൻസ് ഡേ അല്ലേ. ഓ കേട്ടൻ. എല്ലാരോടും ഹാപ്പി വിമൻസ് ഡേ പറയാറാ. ഇന്ന് ശിവരാത്രിയും കൂടി വന്നപ്പം ഹാപ്പി ശിവരാത്രി. അധികം ഇളക്കണ്ട. എന്താ നമ്മള് മാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ദോശ ചൂടാൻ നോക്കാം അല്ലേ? വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ. അയ്യോ, ഇതിനെന്തിനാ ചേർക്കും? കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെടുക്കാം അല്ലേ? ഇതിന് കുറച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. അതാണ് നല്ലത്. ഞാൻ ഇത്രയൊക്കെ പൊന്തുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും ഇത്രയൊക്കെ പൊന്തുന്നത്. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാണ്ട് ഞാൻ ആക്കാറ്. ഉപ്പ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ദോശയാക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ പണിയിലേക്ക് കിടക്കാന്ന്. അപ്പം ഇന്ന് ഫുൾ എൻ്റെ അഗിയേട്ടനാട്ടോ ചെയ്യുന്നത് അല്ലേ അഗിയേട്ടാ? തീർച്ചയായും. അപ്പം ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ദോശ ചൂടാൻ. നെയ്യ് ആക്കിയാൽ മതി. എനിക്ക് നെയ് റോസ്റ്റ് മതി കേട്ടോ. അഗിയേട്ടന് ഊത്തപ്പം ആയിക്കോ. എനിക്ക് നെയ് റോസ്റ്റ്. നല്ല ദോശ നെയ് റോസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാവായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഉപ്പിട്ടിട്ടില്ല മാവില്.
മതി മതി മതി. ഭാഗ്യേട്ടന് ഇതാ നെയ് റോസ്റ്റ് ആക്കാണ്. അധികം നെയ്യ് വേണോ? വേണ്ട വേണ്ട, ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഇത്തിരി നെയ്യാണ്ട്. ഇത് നെയ്യ് റോസ്റ്റ് അല്ല, നെയ്യ് ദോശയാണ്. അത് ശരി, ഇത്രയും കൂടെ തിന്നാവണം. കുഴപ്പമില്ല, ഭാഗ്യേട്ടനാക്കി തന്നത് എന്തോ ഞാൻ കഴിക്കും. അത് ഞാൻ സാധാരണ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇന്ന് ഭാഗ്യേട്ടനാക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നെല്ലാം അങ്ങോട്ടേക്ക് പറയും. ഞാൻ ശരിക്കും പല്ലേച്ചിട്ടില്ല ഭാഗ്യേട്ടാ. പല്ലേക്കണ അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് പല്ലേച്ച വിശക്കും. അപ്പോൾ ദോശയെല്ലാം ആയിട്ട് നമുക്ക് പല്ലേച്ചപ്പാട് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ യോഗ ചെയ്യുന്നതുകൊണ്ട് രാവിലെ തന്നെ നല്ല വിശപ്പാണ്. അപ്പം നേരത്തെ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്ര വിശപ്പ്. അപ്പം പല്ലേച്ചപ്പാട് ഞാൻ ഫസ്റ്റ് ദിവസം പല്ലേച്ചിട്ടാണ് യോഗ ചെയ്തത്. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇത് യോഗ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, വിശക്കുന്നു വല്ലാണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പല്ല് തേക്കാണ്ട് ഇനി യോഗ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ആക്കിയിട്ട് ഫുഡ് ആക്കിയ ശേഷം മാത്രം പല്ലേച്ചിട്ട് കഴിക്കാം. നമുക്ക് ഓൾറെഡി സാമ്പാറായിരുന്നു ഇന്നലെ അല്ലേ കേട്ടോ? അതെ, അത് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായി. ആ നമ്മളെ സാമ്പാർ ഇടുന്ന് തിളച്ചോണ്ടേയിരിക്കുന്നു. അഗേട്ടൻ ഓൺ ദ നെക്സ്റ്റ് ദോശ. അടുക്കളയിൽ ഭയങ്കര ചൂടല്ലേ അഗേട്ട? രാവിലെ നല്ല ചൂട് തുടങ്ങി. കുറച്ചും കൂടെ വലിയ പാന് വേണമായിരുന്നു അല്ലേ നമുക്ക്? എന്താണ് വലിയ പാനാവുമ്പോൾ കുറച്ചുകൂടെ വലിയ മസാല ദോശ. അഗേട്ടന് എത്ര എണ്ണ? എനിക്ക് 3 എണ്ണം വേണം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, അവിടെ ഞാൻ 3 എണ്ണം കഴിക്കും. ഓ അടിപൊളി തന്നെ ഇപ്പ. എനിക്കാണ് ഇത്ര വലുതാക്കുന്നത്, എനിക്ക് ചെറുതും. അടിപൊളി. അഗേട്ടാ ലാസ്റ്റാ? അടിപൊളി തന്നെ. പൊട്ടിപ്പോയി സാറിലപ്പാ, പക്ഷെ നല്ല മൊരിച്ച് അയ്യേടിന് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് മതി. ഈ സൈഡ് പൊട്ടി, അത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് നമ്മളെ ദോശ ഫുൾ വെച്ചാലോ? എനിക്ക് വയ്യ. അപ്പം നമ്മള് ദോശയും സാമ്പാറും. നമുക്ക് ചിക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം അല്ലേ? ചിക്കൻ ഉണ്ട്, പക്ഷെ മീനും ഉണ്ട്. അനക്കൂട്ട് നമുക്ക് മീൻ വെക്കാം. ചിക്കൻ നമുക്ക് രാത്രിയിലേക്കായിട്ട് നോക്കാം. ചിക്കൻ രാത്രി അങ്ങനെ നോക്കാം. ചിക്കൻ രാത്രി നോക്കി. ഇപ്പൊ നമുക്ക് മീനുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആക്കാവുന്നത്. ചോറ്, മീന്, ഒരു മാങ്ങാക്കറി, പിന്നെ ബീട്രൂട്ടോ. ഇത് നീ ഉണ്ടാക്കുന്നതിനേക്കാൾ സ്പീഡിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്നാ കേട്ടാ ചോറിനുള്ള പരിപാടിയാണ്. 1.5 കപ്പ് കപ്പാണ്. ആ വേണം, റേഷൻ അരി ആയതുകൊണ്ട് കുറച്ചധികം വേണം. മറ്റേ സാധാരണ നമ്മൾ പച്ചരി ഇല്ലേ, അതാണെങ്കിൽ ഞാൻ ഒരു കുഞ്ഞു ഗ്ലാസ് വെക്കല്. നോക്കറാ, നീ ആക്കുന്നതിന്റെ പകുതി സമയം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് പരിപാടി കാണാ. നീ ഒരടുപ്പിലല്ലേ, ഞാൻ 3 അടുപ്പിലും. ഞാൻ 3 അടുപ്പിലാ വെക്കല്. പിന്നെ അയ്യോ, ഞാൻ ഒരു സാധനം ആക്കാൻ 1.5 മണിക്കൂർ എടുത്തിട്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ? ചോറ് വെച്ചിട്ട് ബീട്രൂട്ട് മുറിക്കണം, തക്കാളി, ഉള്ളി എല്ലാം മുറിച്ച് സെറ്റാക്കി. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? താല്പര്യമില്ല. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാപ്പ. കണക്ക് പറയും, ഞാൻ ഏറ്റവും ചെയ്തില്ല എന്ന് പറയും. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാല്ലേ, പാവല്ലേ. എന്നാ വേണ്ടെങ്കിൽ ഞാൻ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഈ കുളിച്ച് പോയി മാറ്റിയിട്ട് വരാട്ടാ, അപ്പത്തേക്ക് ഫുഡ് ആയിക്കോളെ. ആ അപ്പം നമുക്ക് ഓരോ റെസിപ്പീസ് മെല്ലെ മെല്ലെ കാണാം.
കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡായിരിക്കും, കുറച്ച് ദൂരത്തേക്ക് മാറിയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ അപ്പുറത്തുനിന്ന് മുറിക്കോ, എനിക്ക് അങ്ങനെ കുറച്ച് കംഫർട്ട് സോൺ ഉണ്ട്. ആയിക്കോട്ടപ്പ. എവിടെയൊക്കെ പോകുന്നേ? പഠിക്കാനാ? ഇരുന്നിട്ട് എനിക്ക് മുറിക്കാം, നിന്നിട്ട് മുറിക്കാൻ പറ്റില്ല. ആയിക്കോട്ടപ്പ. ഇത് കുറച്ച് മുറിക്കാം. നേരത്തെ കഴുകി വെച്ചു. ഇതെന്തിനാ അണ്ണാ തക്കാളി? കറി വെക്കാൻ. എന്ത് കറി വെക്കാൻ പോന്നെ? ഞാൻ മാങ്ങാക്കറി ആക്കും. ആഹാ, തക്കാളിയല്ലോ ഇടോ? എന്തിടും? ആഹാ, 3 വേണോന്ന് ഞാൻ ആലോചിക്കുന്നു. വേണ്ടപ്പാ, 2 പോരെ? റെസിപ്പി എല്ലാം പഠിച്ചിന്? ഓ, ഇനി ഇടക്കിടക്ക് എനക്ക് ആക്കി തരുമല്ലേ അപ്പൊ? സാധ്യത കുറവാണ്. ബീട്രൂട്ട് വറവിനുള്ള വറവ്. ഈ ഉരുളക്കിഴങ്ങൊന്നും ഇല്ല കേട്ടോ, അത് നമ്മളെ അടുത്ത് വാങ്ങിച്ച പാത്രേനു. ഈ അടുത്ത് ഇവിടെ ഒരു മാർജിൻ ഫ്രീ ഉണ്ട്, ബിഗ് മാർട്ട്. അവിടുന്ന് വാങ്ങിച്ചൊരു കുഞ്ഞി കൊട്ട പോലത്തെ 35 രൂപയായിട്ടോ ഒന്നല്ലേ റേറ്റ് വന്നിട്ട്? അല്ല 35പ്പാ, 35 ചെയ്യുന്നു ഒന്നിന്. 2 അങ്ങനെ വാങ്ങിച്ചു. നല്ല രസമല്ലേ? നമ്മളിതിൽ ഫ്രൂട്ട്സ്, ഇതുപോലത്തെ പച്ചക്കറി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഇത് താഴ്ന്ന അങ്കിള് തന്ന മാങ്ങ കേട്ടോ. 2 നമ്മൾ കഴിച്ച് ഇന്നലെ പഴുത്തപ്പത്തേക്ക്. അപ്പം അത് പഴുത്തപ്പത്തേക്കാണ് ഇന്ന് മാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചത്. തക്കാളി അവിടെ മുറിച്ച് ഇനി ഉള്ളീൻ്റെ പരിപാടിയാണ്. ഇനി നെക്സ്റ്റ് ഉള്ളി. തക്കാളി ഇത് അത്രയും എടുത്ത് ഇനി ഉള്ളി. ഇനി നമുക്ക് മാങ്ങ മുറിക്കണം, പിന്നെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, തൈര് വേണം. തൈര് വെച്ചിട്ടല്ലേ നമ്മൾ വെക്കുന്നത്? തൈരുണ്ട്. പിന്നെ ഇനി നമ്മളെ കുഞ്ഞ് ബീട്രൂട്ട്. നമ്മളിപ്പം ഏകദേശം ഇത്രയും വാങ്ങുള്ളൂ. നമുക്ക് 2 ഇത് ധാരാളമാണ് അല്ലേ? ഉച്ചക്കത്തെ ഫുഡിന് ഇത് ധാരാളമാണ്. ഇനി നമുക്ക് ഡയറ്റെല്ലാം എടുക്കുന്നതുകൊണ്ട് 2 ആക്കേണ്ട വരും മിക്കപ്പോഴും. കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് അധികം കൂട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം 7 ദിവസമായി എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട്. ഞാൻ മന്തി എന്തിനാ? അല്ല 7 ദിവസത്തിൽ ഞാൻ കഴിച്ചനാ. ചിരിച്ചോണ്ടെല്ലാം പറയുന്നത്. സീരിയസ്ലി ഞാൻ എൻ്റെ 7 ദിവസമായി എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട്. ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല, വർക്കൗട്ട് തുടങ്ങിയിട്ട്. ഡയറ്റ് തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ ഫുഡ് എന്തൊക്കെയോ മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഡയറ്റ് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു ഞാൻ 1 മാസം ഞാൻ അതിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കൺട്രോൾ ചെയ്യുക, നമ്മൾ ഏതൊക്കെ കഴിക്കണം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പം അതിലൊരു ചെറിയ ഒരിതുണ്ട്. ബാക്കിയെല്ലാം ഞാൻ പക്ക ആയിട്ട് വരുന്നുണ്ട്. അതാ ഇനി അയ്യേട്ടൻ എന്താണ് മുറിക്കുന്നത്? ബീട്രൂട്ട് പീൽ ചെയ്തോ? അവാർഡ് ഏറ്റവും ഈസി. ഈ പീലർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ലതാണ്, പിന്നെ ഇതുപോലെ പീൽ ചെയ്യാനും അടിപൊളിയാണ്. വീട്ടിൽ നട്ടാലാവോ? നീ നട്ടാലോ? വീട് ആദ്യം ഉള്ളതിന് മര്യാദക്ക് വെള്ളയിക്കാവോ? ഇല്ലപ്പാ, ഇതാവൂല. ശരിക്കും സീരിയസ്ലി ആവൂല. അല്ലെങ്കിൽ ചിലവരെ നട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഇവിടെ ചൂട് കൂടുതലാ. ഇത് കളയട്ടെ. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബീട്രൂട്ട് കട്ടിങ്. ഇത് എൻ്റെ സ്റ്റൈലായിട്ട്, യാതൊരു ട്രഡീഷണൽ കട്ടിങ് സ്റ്റൈലായിട്ടും ബന്ധമുണ്ടാവും. നോക്കട്ടെ സ്റ്റൈല്, കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് നോക്കാം സ്റ്റൈല്. അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട, എനിക്ക് കത്തിയൊരു സുഖമില്ല. നോക്കണേ കൈ കുറച്ചും കൂടി മൂർച്ചുള്ള കത്തി ഉണ്ടെങ്കിൽ ടപ്പട്ടപ്പേ നോക്കാൻ പറ്റും. കൈയും മുറിയേന്. ആഹാ, നൈസായിട്ടെല്ലാം മുറിക്കുന്നുണ്ടല്ലോ. ആരാ അടുപ്പിച്ചു തന്നെ? എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. ഷെഫ് അഖിൽ ശ്രീധർ. ശരിക്കും അഖിലിനെ ഷെഫ് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല? വെറുതെ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു പണ്ട്? ആ കാലത്ത് ഇതൊന്നും വലിയ സംഭവമല്ല. ആ സമയത്തല്ല ഇതൊന്നും. ഇപ്പോഴല്ലേ ഷെഫ് ഫുഡ് ബ്ലോഗിങ് എല്ലാം അടിപൊളിയായിരുന്നു.
നമ്മളെ കാലത്തല്ലേ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് എവിടെ എത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഇപ്പൊ എത്തേനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തോന്നിയവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെ ഫസ്റ്റ് കമന്റ് ചെയ്യാം. ആഹാ, നൈസായിട്ടൊക്കെ മുറിക്കാൻ പഠിച്ചല്ലോ കുട്ടി. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ അഗേട്ടാ? താല്പര്യമില്ല. കേക്കറാ? ഞാൻ മുറിച്ചോണ്ടിരിക്കുന്നിട്ട് അങ്ങോട്ട് നോക്കാൻ പറയാം. നോക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അഗേട്ടന് ആദ്യമായിട്ടാട്ടോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന. ഒറ്റ തവണ എനിക്ക് ഒരു അയില ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അഗേട്ടൻ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഹോൾ ഫുഡ് എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് അഗേട്ടൻ ഉണ്ടാക്കി തരുന്നത്. ഇങ്ങനെയായിട്ട് അങ്ങനെയല്ല, ഒരു മീനായിട്ട് ഇതുവരെ ആക്കി തന്നിട്ടില്ലല്ലോ. അതാദ്യമായിട്ടാട്ടോ ആക്കി തരുന്നത്. ഇല്ല, കുക്ക് ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ്. അടിപൊളിയാവോ അപ്പ? ബീട്രൂട്ടൊക്കെ നല്ല മിഷനിൽ കട്ട് ചെയ്ത പോലെ ചെത്തി എടുക്കുന്നുണ്ട്. എന്റെ ആ മിഷനില്ലേ, മിഷൻ എന്നാന്ന് പറയാ, ചോപ്പർ. ആ, അത് ഏകദേശം അതിന് തീരുമാനമായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതുപോലെ കേട്ടിന് ഏകദേശം നീതി പുലർത്തി കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെളിച്ചപ്പോ അതിന്റെ എന്തോ നാക്ക് ഞാൻ ഓവറായിട്ട് നമ്മള് സാധനം ഇട്ടതിന്റെ പ്രശ്നമായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയും നല്ല വൃത്തിക്കൊന്നും മുറിക്കില്ല കേട്ടോ. ഞാൻ കുറച്ച് എന്താ പറയാ ക്യൂബ്സ് ആയിട്ട് ഞാൻ മുറിക്കല്. ഇത്രയും നൈസായിട്ട് ഞാൻ മുറിക്കല് കുറവാ. ഓ, ഇങ്ങനെയാണ് കുട്ടൻസ്. പലതരം കട്ടിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു. ഇങ്ങനെയാണല്ലേ മുറിക്കേണ്ടത്? അയ്യേട്ടനെ നമുക്ക് ബീട്രൂട്ട് മുറിക്കാൻ പഠിപ്പിച്ചിരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ ബീട്രൂട്ട് മുറിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഇങ്ങനെ കുനുകുന എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ കേട്ടാ? നന്നായിരിക്കും. നെക്സ്റ്റ് നമ്മള് മാങ്ങയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പീലറിനെ കൊണ്ട് തൊലി കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. അല്ലേ നമുക്ക് കത്തീനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. കത്തിയല്ലേ കുറച്ചും കൂടെ രസം. കൈ നോക്കണേ. മാങ്ങ എനിക്ക് നല്ലോണം മുറിക്കാനുണ്ടോ? സ്കില്ല് കാണിക്കുന്നുണ്ട് കേട്ട്. അപ്പൊ നമ്മളിതാ 3 മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് കട്ട് ചെയ്യാം. നീളത്തിലാട്ടോ. മാങ്ങക്കറി അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി എന്നൊക്കെ കേട്ടിട്ടില്ല അല്ലേ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. അത് മറ്റേ ബീഫെല്ലാം ഇട്ട് വെക്കുന്നേ ഒന്ന്. ആ, പക്ഷെ നമുക്കൊരു ദിവസം ട്രൈ ചെയ്യണം. ആ കൂർക്ക ഇട്ട് വെക്കുന്നത്, ബീഫ് ഇട്ട് വെക്കുന്നതൊക്കെ. ഇതുപോലെ ഇങ്ങനെ നീളത്തിലാട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ചെറുതായിട്ടൊരു പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, തൈര് ഇടുന്നോണ്ട്. മാങ്ങാക്കറിയിൽ പൊതുവെ തൈര് ഇടാറില്ല. ഒന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. നമ്മൾ കുറച്ചത് നമ്മുടെ മർത്തമീനെല്ലാം കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ. നല്ല മണമുണ്ട്. ഒരു കഷ്ണം തരുമോ കേട്ടോ? ഒരു ഉപ്പും മുളകും കൂട്ടിയിട്ട്. താങ്ക് യു. പുളിയുണ്ട്. നല്ല പുളിയുണ്ട്. നീ ഒന്ന് നോക്കറാ.
ചില മാങ്ങ ഇത് ഏത് മാങ്ങയാണെന്ന് അറിയില്ല, പക്ഷെ നല്ല നല്ല പുളിയുണ്ട്. കുറച്ച് ഉപ്പും മുളകും എല്ലാം കൂട്ടിയിട്ട് തിന്നാൻ അടിപൊളിയായിരിക്കും കേട്ടോ. കൊതി വരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് പുളിപ്പാന്ന്, പുറമേ പഴുത്ത് വരുന്നുണ്ട്. പല്ല് വിളിക്കുന്ന മുറിക്കുന്ന എടുത്തിരിക്കാനാ ഭയങ്കര ബുദ്ധിമുട്ട്. നീ ഡയറ്റിങ് ആണെന്നെല്ലാം പറഞ്ഞു ഇപ്പം തന്നെ 3 വർഷം വരുന്നു. മാങ്ങ കഴിക്കുന്നതിന് ഡയറ്റ് പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല, ഇടക്കിടക്ക് തിന്നുന്നതിൻ്റെ കാര്യം. എന്താ കേട്ടാ, നിന്റെ വായിലെന്താ പെട്ടെന്നെന്തോ കേറിയ പോലെ വലിയ ഡയലോഗ് അടിച്ചിട്ട് അങ്ങെടുത്ത് നിന്ന് നോക്കറ. കൊതി വന്നിട്ടല്ലേ എനിക്കറിയാം. അപ്പം അത് ഡൺ. നമ്മളെ ചോറ് ഏകദേശം ആവാനായിട്ടോ. റേഷനരി ആവുമ്പോ വേഗം വേവും. എന്ത് മീനായിട്ടേ? നത്തല്. നമ്മുടെ ഇതിനെ നത്തല് എന്നാ പറയാ. നിങ്ങളെന്നാ പറയല്? സമന്തിയാണ്. നെത്തലാക്കിയിട്ട് നല്ലോണം അറിയാതെ മുറിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ വൃത്തിയാക്കാൻ പറ്റും. എനിക്ക് കത്തിയോ കത്രികയോ നത്തലിനോ വേണം. എനിക്ക് ഇങ്ങനെ കൈകൊണ്ടാവുകയില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വന്നിട്ട് നെത്തല് വാങ്ങുന്നത്. നെത്തല് വാങ്ങിയിട്ടുണ്ടോ? നമ്മൾ പൊതുവെ ഏറ്റവും എളുപ്പമുള്ള അയിലയാണ് വാങ്ങാറ്. എന്ന് നമ്മൾ നത്തലിനെ കൊണ്ട് കഴിക്കാൻ വിചാരിച്ച്. നമ്മൾ ഫ്രൈ അല്ലേ ആക്കുന്നത്? മെല്ലെ കാണിക്കുന്നു. ആദ്യം വാലെടുത്ത് പിന്നെ തലയിൽ നിന്ന് അവിടെ നിന്ന് മുറിച്ച് പിന്നെ ഈ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് കണ്ടോ, ഈസിയാണ്. ചെതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അങ്ങ് ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കണം. ചെറുതായിട്ടുണ്ടാവുന്നല്ലേ ചെതമ്പല്. ഉപ്പിട്ടൊന്ന് കഴുകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും ലാസ്റ്റ്. ഞാൻ പകിയേട്ടനോടൊന്ന് വേഗം മീൻ മുറിക്കട്ടെ. ഓക്കെ, നമ്മൾ മീൻ പകിയുടെ ഫുള്ളും നല്ല വൃത്തിക്ക് മുറിച്ചാറുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. മീൻ്റെ ആ ഒരു സ്മെല്ലും അഴുക്കും എല്ലാം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളിങ്ങനെ ഉപ്പിട്ട് കഴുകുന്നത്. നമ്മൾ മതി. അഗേട്ടൻ ഫിഷില് അടിപൊളിയാണ്. എരിവുള്ള മുളക് പൊടി കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നെയാണ്. എരിവിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, എരിവ് എനിക്ക് ഇഷ്ടം. ലേശം മഞ്ഞൾപ്പൊടി. പറന്നുപോയി. ഫാൻ ഇട്ടിന് കേട്ടോ, നല്ല ചൂടായോണ്ട്. പിന്നെ ലേശം വെളിച്ചെണ്ണ. അത് ഉണ്ടാക്കി കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഇന്നാളെ കണ്ടിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമുക്ക് ഫുഡ് ആക്കുന്ന സമയത്ത്, അതായത് പൊരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടം വെക്കുക. അധികം മസാല പിടിക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. കുഞ്ഞു മീനല്ലേ.
മീനൊക്കെ ഇപ്പൊ അധികം വാങ്ങല് കുറഞ്ഞല്ലേ. നമുക്ക് എവിടെ പോയിട്ട് ഇനി മീൻ വാങ്ങേണ്ടത്? കൊറേ നാളായി പ്ലാൻ ചെയ്ത് നമ്മള് മീൻ വാങ്ങാൻ വേണ്ടിട്ട്. ബൈക്ക് വന്നിട്ട് നമ്മള് സെറ്റ് ആവും അല്ലേ? സെറ്റപ്പ് ആവൂലേ? അപ്പൊ നമ്മുടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ നമ്മളെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് വേഗം ഊറ്റിയെടുക്കണം. അപ്പൊ നമ്മളെ ചോറ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സ്റ്റീമർ വാങ്ങിയ ശേഷം ഇതിൽ തന്നെയാണ്, നമുക്കുള്ള ചോറ് ഇതിൽ തന്നെ ധാരാളമാണ്. അപ്പൊ നമ്മളെ ചോറ് അവിടെ സെറ്റായി. അത് മൂടിയതാ. ഇനി നമ്മളെ ഡിഷിലേക്ക് ഇതാ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇതാ ഉള്ളി ഇടുകയെന്ന്, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. അത് നിങ്ങൾ ഓരോരുത്തരെയും എരിവിനനുസരിച്ചിട്ട് ഇട്ടോ കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ കറിയിൽ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം വേവണം, തിളച്ചിട്ട് വേവണം. ലേശം വെള്ളം ഒഴിക്കാവുന്നല്ലേ? കുറച്ച് അരപ്പ് പോലെ ഇല്ലേ? നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം. എനിക്ക് നല്ലോണം തിളക്കണം അല്ലേ? അടച്ചു വെച്ചിട്ട് തിളപ്പിക്കണം. സിമ്മിലിട്ട്, നല്ലോണം സിമ്മിൽ വേണ്ട, ഒരു ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമില്. ഓക്കെ, ബീട്രൂട്ട് അറവിന്റെ പാത്രം വെച്ചു. ഇനിയെല്ലാം ടപ്പേ നമ്മളെ മീൻ ഇവിടെ ഒരു ഭാഗമായിട്ടുണ്ടല്ലോ കേട്ടോ. എന്നാ മാങ്ങ കുറച്ചിടുന്നു. മാങ്ങ ഇത് ഫുള്ളിട്ട ശരിയാവില്ല. ഇതിനെക്കാട്ടി ഒരു പീസ് ആക്കണ്ട. ചമ്മന്തിക്ക് എന്തെല്ലാം നമ്മൾ എടുത്തത്? സാധാരണ മാങ്ങ ചമ്മന്തി, മാങ്ങ, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ചിലവർ വെളുത്തുള്ളി ഇടും. എനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അത് വെളുത്തുള്ളി ചെറുങ്ങനെ. പിന്നെ കളർ ചേഞ്ചിന് പോകണം, അതെല്ലാം ഒരാൾ ഇഷ്ടമാണ്. മാങ്ങ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വാങ്ങിയിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് നല്ല ഉള്ളത്. നേരം കണ്ട ഇതാ മുളക്, ഇത് കറിവേപ്പില, ഇഞ്ചി, ഉള്ളിയെല്ലാം ഒരാൾ ഇഷ്ടമാണ്. ചില ആൾക്കാർ ചെറിയ ഉള്ളി നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ സെറ്റായി. മീൻ വറുത്തതായോ? ഇത്രയും മുമ്പ് എനിക്ക് അധികം കരിഞ്ഞ് ഇതാകുന്ന ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. മീൻ വറുത്തത് ഇവിടെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾ സെറ്റായി അല്ലേ? ഓൾ സെറ്റായി. ഇനി ഞാൻ മീൻ പോയി മാറ്റിയിട്ട് വരാം. ഫുൾ പാക്കിങ് കാണിച്ചാൽ ലേശേ കൊണ്ടുപോക്കുള്ളൂ.
ഇനി എല്ലാം നമ്മൾ പാത്രത്തിലായിട്ട് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം എൻ്റെ ടിഫിൻ അഗിയേട്ടൻ്റെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല അഗിയേട്ട? ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ടിഫിനൊക്കെ അഗിയേട്ടനെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം റെഡി ആയിട്ടുമുണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം എന്താ പരിപാടി? കൊണ്ടുപോവോ? അപ്പം നമുക്ക് വൈകുന്നേരം കാണാം. അതിന്റെ ഫ്രണ്ട് അപ്പുറത്താ അത്. ഈ ഒരു പിങ്ക് മാരത്തൺ നമ്മൾക്ക് എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് ആണ് അല്ലേ? ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങാനും ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമായിട്ടുള്ള എല്ലാ ഒരു ഫ്രീഡത്തിൻ്റെ
അങ്ങനെ നമ്മൾ എറണാകുളത്തപ്പൻ്റെ അവിടെ പോയിട്ട് തൊഴുത് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പുറം തന്നെ നമ്മൾ മിഡ് നൈറ്റ് റൺ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ടിവിൻ്റെ, അതും കൂടെ കുറച്ച് സമയം അവിടെ പരിപാടിയൊക്കെ കണ്ടിരുന്നു. നമ്മൾ വേഗം ബസ് കയറിയിട്ട് നേരെ വൈറ്റിലയിലേക്ക്. അപ്പോൾ ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.